പ്രിയമുള്ളവരെ, ഒരു ചിരിക്കുന്ന മുഖമുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സുവിശേഷമാണ്. വേദനയുടെ സമയത്തും പുഞ്ചിരിക്കുന്നൊരു മുഖമുണ്ടാകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മഹത്വമുള്ള ആളാണ്. ഒരു ഓഫീസിൽ 30 വർഷം ജോലി ചെയ്ത പിയൂണിന്റെ സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുകയാണ്. 17 പേര് ജോലി ചെയ്യുന്ന ഓഫീസിൽ എല്ലാവരും സന്നിഹിതരാണ്. ഓഫീസിലെ മേലുദ്യോഗസ്ഥന് ഹിറ്റ്ലർ എന്ന് ഒരു ഇരട്ടപ്പേരുണ്ട്. അത്തരത്തിലൊരു ഇരട്ടപ്പേര് വീഴുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഹിറ്റ്ലറിൻ്റെതായ ചില പ്രത്യേകതകൾ കണ്ടിരുന്നു. ഹിറ്റ്ലറും മീറ്റിംഗിൽ ഏറ്റവും മുമ്പിലുണ്ട്. നമ്മുടെ പിയൂൺ ഉപഹാരങ്ങളെല്ലാം സ്വീകരിച്ച് മറുപടി പ്രസംഗത്തിന് വേണ്ടി വന്നു. പിയൂൺ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. ഹിറ്റ്ലറെ നോക്കിയിട്ടാണ് ആദ്യത്തെ സെന്റൻസ്. സാർ, എനിക്ക് നിങ്ങളോടാണ് ആദ്യം പറയാനുള്ളത്. എല്ലാവരും ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു. പിയൂൺ പറഞ്ഞു തുടങ്ങി, സാർ, എനിക്ക് നിങ്ങളോടാണ് ആദ്യം പറയാനുള്ളത്. ചില ദിവസങ്ങളിൽ ഞാൻ ഫയലുകളുമായി സാറിന്റെ മുമ്പിൽ വന്നപ്പോൾ ദേഷ്യം കൊണ്ട് ഫയലുകൾ വലിച്ചെറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമില്ല. ചില നേരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പേപ്പറുകളുമായി ഞാൻ അങ്ങയുടെ മുമ്പിൽ വന്നപ്പോൾ ദേഷ്യം കൊണ്ട് അങ്ങ് അത് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇട്ടപ്പോഴും എനിക്ക് സങ്കടമില്ല. സാർ, എല്ലാ ദിവസവും ഞാൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ സാറിനെ നോക്കി ചിരിച്ചു. പക്ഷേ സാർ എന്നെ നോക്കിയൊന്നും ചിരിച്ചില്ല. അന്നേരം എനിക്ക് സങ്കടമായി സാർ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഹിറ്റ്ലർ കരഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിയൂണും കരഞ്ഞു. കേട്ടുകൊണ്ടിരിക്കുന്ന സകലരും കരഞ്ഞു. 30 വർഷത്തോളം ഒരുമിച്ച് ജോലി ചെയ്ത ഒരു മനുഷ്യനെ നോക്കിയൊന്ന് ചിരിക്കാൻ മറന്നുപോയില്ലെന്നോർത്ത്. പ്രിയമുള്ളവരെ, എല്ലാവരെയും നോക്കിയൊന്ന് ചിരിക്കുക. അതുതന്നെ വലിയ സുവിശേഷമാണ്. കൽക്കട്ടയുടെ തെരുവിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന മദർ തെരേസയോട് പത്രലേഖകൻ ചോദിച്ചു, മദർ, നിങ്ങൾ ഈ തെരുവിൽ എന്തെടുക്കുകയാണ്? മദർ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഇവർ മരിക്കുന്നതിന് മുമ്പ് ഞാനിവരെ ചിരിക്കാൻ സഹായിക്കുകയാണ്. സാർ, മരിക്കുന്നതിന് മുമ്പ് ഞാനിവരെ ചിരിക്കാൻ സഹായിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂടെയുള്ളവരുടെ കളഞ്ഞുപോയ ചിരി വീണ്ടെടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഇങ്ങനെ? എല്ലാവരെയും നോക്കിയൊന്ന് ചിരിക്കുക. കൂടെയുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെ, നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരെയൊക്കെ ഒന്ന് നോക്കി ഒന്ന് ചിരിക്കുക. സെയിന്റ് പോളിന്റെ വാക്കുകൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഇന്ന് ഒരു പുഞ്ചിരിക്കുന്ന ദിനമായിരിക്കട്ടെ. നന്ദി.